ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി മേഖല. ഈ വറുതിയുടെ കാലത്ത് ഇരട്ട പ്രഹരമാണ് യഥാർത്ഥത്തിൽ ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നത്. കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ ഇടിച്ച് വള്ളവും വലയും അടക്കം നശിക്കും എന്ന വലിയ ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. ആ ആശങ്ക അവർ പങ്കുവയ്ക്കുകയാണ്. ഇനിയുള്ള 52 ദിനങ്ങൾ മത്സ്യബന്ധനം, ഈ വലിയ ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിനായി പോകാനാകില്ല. മത്സ്യപ്രജനനം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ചെറുവള്ളങ്ങൾക്ക് മാത്രമായിരിക്കും അവിടെ മത്സ്യബന്ധനം നടത്താനുള്ള അനുമതി ഉണ്ടാവുക. 52 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും, ജൂലൈ അവസാനത്തോടു കൂടിയായിരിക്കും ഈ വലിയ വള്ളങ്ങൾ കടലിലേക്ക് പോവുക. ഇന്നലെയൊക്കെയായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടലിലേക്ക് പോയ മത്സ്യബന്ധന യാനങ്ങൾ ഇവിടേക്ക് എത്തി അവർക്ക് ലഭിച്ച മത്സ്യങ്ങൾ പൂർണ്ണമായും വിറ്റു തീർക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഒരു ഇരുട്ടടിയാണ് ഈ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ട്രോളിംഗ് നിരോധനത്തിന് തൊട്ട് മുമ്പാണ് ഈ വലിയ കണ്ടെയ്നർ ഇവിടെയൊക്കെ ഒഴുകി വന്നത്. അതുമൂലം ബോട്ടുകൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു വല നഷ്ടമായല്ലേ? ഒരു വല നഷ്ടമായി. ബോട്ടിൻ്റെ അകത്ത് വല വലിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പഞ്ഞി കയറി നമ്മുടെ ഒരു വല പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കടലിൽ നിന്ന് ഈ താന്നിരിക്കുന്ന ഈ കണ്ടെയ്നേഴ്സ് എടുത്തു മാറ്റണം. അതാണ് നമ്മുടെ ആവശ്യം. ഭീമമായ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വലയിൽ ഈ പഞ്ഞിയും കെട്ടുകളും കയറിയിട്ട് നമ്മുടെ വയർ റോപ്പ് പൊട്ടിപ്പോവുകയും പിന്നെ ഈ വല നഷ്ടപ്പെടുകയും ബോർഡും വലയും നഷ്ടപ്പെടുകയും ഇത് ഒരു നിത്യ സംഭവമായിക്കൊണ്ടിരിക്കുക. കുറേ ബോട്ടുകളുടെ വയർ റോപ്പ് പൊട്ടിപ്പോയി. ഒരു ബോട്ടിൻ്റെ വയർ റോപ്പ് പൊട്ടിപ്പോവുക എന്ന് പറയുന്നത് ഏകദേശം 6-7 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. അതിലൂടെ ട്രോളിംഗ് നിരോധനം കൂടെ വരികയാണ്. അതിൻ്റെ കൂടെ ട്രോളിംഗ് നിരോധനം കൂടെ വരിക. ഈ 6-7 ലക്ഷം രൂപ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആ ബോട്ട് മുതലാളിയുടെ നട്ടലൊടിയുന്നതിന് തുല്യമുള്ള കാര്യങ്ങളാണ്. ഇത് വലിയ വിപത്തായിരിക്കുക ഈ ഫിഷിംഗ് ഫീൽഡിൽ. സർക്കാർ ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുതന്നെയാണ് കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കണ്ടെയ്നർ അടിഞ്ഞു കൂടിയതുപോലെ അല്ലെങ്കിൽ തകർന്ന കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങൾ വന്ന് ബോട്ടിലും അല്ലെങ്കിൽ വലയിലുമൊക്കെ തന്നെ കുടുങ്ങി വലിയ നഷ്ടം, ഭീമമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം കൂടി ആരംഭിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഒരു കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ 52 ദിവസം എന്ന് പറയുന്നത് വലിയ വറുതിയുടെ കാലം തന്നെയായിരിക്കും സംസ്ഥാനത്തിൻ്റെ തീരമേഖലയ്ക്ക് ഉണ്ടാക്കുക.